വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഓണിയൻ റിങ്സ് ആണ്. അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 2 സവാള എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സവാള ഒരു 1/2 ഇഞ്ച് കനത്തിൽ അരിഞ്ഞെടുക്കണം. തീരെ തിന്നായി പോകരുത്, അപ്പോൾ ഓണിയൻ റിങ്സ് ശരിയാവില്ല. അപ്പോൾ നമുക്കിത് ഒരു 1/2 ഇഞ്ച് കനത്തിൽ അരിഞ്ഞെടുക്കാം. ഓരോ റിങ്ങും നമ്മൾ വേർതിരിച്ചെടുക്കണം. തീരെ ചെറുതായിട്ടുള്ള റിങ്സ് ആണ് ഉള്ളിലേക്ക് നമുക്ക് വരാം. അപ്പം നമ്മൾ ലാസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ ഓണിയൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ റിങ്ങും എടുത്ത് മൈദയിൽ മുക്കി മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ശരിക്കും മൈദ ഇങ്ങനെ കോട്ട് ചെയ്യണം കേട്ടോ. ഇതിലേക്ക് നമ്മളിതിങ്ങനെ ചെയ്യുന്നത് ബാറ്റർ ഇതിൽ ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മൈദയിൽ നമ്മളിങ്ങനെ ശരിക്ക് പുരട്ടിയെടുക്കുന്നത് കണ്ടോ. അതേപോലെ തന്നെ നമുക്ക് ഈ ഓരോ റിങ്സും എടുത്തിട്ട് അതേപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ റിങ്സും മൈദയിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദ ഇടാം. 1/4 കപ്പ് കോൺഫ്ലോർ ഇടാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അല്പം ഉപ്പും ഇടാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് അല്പമായി വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ അല്പമായിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. കൂടിപ്പോയാൽ ബുദ്ധിമുട്ടാണ്. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഓണിയൻ റിങ്സും ഓരോരോ ഓണിയൻ റിങ് എടുത്ത് ബാറ്ററിൽ മുക്കി, പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഇത് ഞാനൊരു 6 ബ്രെഡ് സ്ലൈസ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഓണിയൻ റിങ് എടുക്കാം. അതിനെ ബാറ്ററിൽ മുക്കാം. നമുക്ക് കൂടുതലായിട്ടുള്ള ബാറ്റർ ഇങ്ങനെ താഴേക്ക് പോകാനായിട്ട് വയ്ക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇടാം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ ഓരോ റിങ്ങും എടുത്ത് നമുക്ക് അതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ ഓണിയൻ റിങ്സും ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചൂടായ ഓയിലിലേക്ക് ഓരോരോ റിങ് ഇട്ട് കൊടുക്കാം.
നിങ്ങൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ ഇത് വേഗം കരിഞ്ഞു പോകും. ഇപ്പോൾ ഇത് ഗോൾഡൻ കളറായി വരുന്നുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓണിയൻ റിങ്സ് റെഡി ആയിട്ടിട്ട് നമുക്കിത് ഓരോന്നായിട്ട് എടുത്ത് മാറ്റാം. ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ക്രിസ്പി ഓണിയൻ റിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.